ചെറിയ ഗ്രാമത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ പുലർച്ചെയുടെ തണുപ്പ് പോലും മാറാത്ത സമയത്ത് പ്ലാറ്റ്ഫോമിലൂടെ അരുൺ എന്ന യുവാവും അദ്ദേഹത്തിൻ്റെ നായയെ കൂട്ടി പതുക്കെ നടന്നു വരികയാണ്. നായയുടെ പേരാണ് ടോണി. അരുണിന് അച്ഛൻ മരിച്ചതോടെ ആകെയുള്ള ആശ്രയം അരുണിൻ്റെ ഏക കൂട്ടുകാരൻ ടോണിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അരുണിന് നഗരത്തിൽ ഒരു വലിയ ജോലി കിട്ടിയിരിക്കുന്നു. ഇനി ജീവിതം മാറണം. നായയെ കൂട്ടിക്കൊണ്ടുപോയാൽ വാടക വീട്ടിൽ ചിലപ്പോൾ പ്രശ്നമാകും. അവൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ മാത്രം. ടോണി പപ്പിയായിരുന്ന കാലം മുതൽ അരുണിൻ്റെ ഒപ്പമുണ്ട്. അരുണിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ കാവലായി നിന്നത് ടോണിയായിരുന്നു. ഒടുവിൽ അരുണിൻ്റെ അച്ഛനും അമ്മയും ആ ലോകം വിട്ടു തന്നെ പോയപ്പോൾ ടോണിയായിരുന്നു അരുണിന് ഏക ആശ്രയം. അരുൺ ടോണിയെ ആശ്രയിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ടോണിയുടെ ഒപ്പം കളിച്ചും ചിരിച്ചുമാണ് അരുൺ കഴിഞ്ഞു പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ അരുണിന് നഗരത്തിൽ ഒരു വലിയ ജോലി കിട്ടിയിരിക്കുന്നു. ഇനി ജീവിതം മാറണം. നായയെ കൂട്ടിക്കൊണ്ടുപോയാൽ വാടക വീട്ടിൽ ചിലപ്പോൾ പ്രശ്നമാകും. അവൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ മാത്രം. ട്രെയിൻ വരുന്ന സമയമായപ്പോൾ നായയുടെ കഴുത്തിൽ നിന്ന് യുവാവ് ചങ്ങല മാറ്റി. ടോണി, നീ ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞ് അരുൺ നായയെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു. അരുൺ പിന്നെ തിരിഞ്ഞു നോക്കാതെ ആരും കാണാതെ വേഗം യാത്ര തിരിച്ചു. ട്രെയിൻ വിസിൽ മുഴങ്ങി. വീണ്ടും പതുക്കെ പതുക്കെ നീങ്ങുവാൻ തുടങ്ങി ട്രെയിൻ. നായ ട്രെയിനിലെ തൻ്റെ യജമാനനെ നോക്കി നിന്നു. നായ കുരച്ചില്ല. പകരം ട്രെയിൻ പോയ ദിശയിലേക്ക് കണ്ണുനീരോടെ നോക്കിയിരുന്നു. നഗരത്തിൽ ജോലി കിട്ടിയ യുവാവ് നായയെ ഉപേക്ഷിച്ചു. പക്ഷേ ആ നായ അവനെ ഉപേക്ഷിച്ചില്ല. ട്രെയിൻ പോയ ശേഷവും നായ അവിടെ തന്നെ നിന്നു. അവിടെ നിന്ന് പോയില്ല. പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മൂലയിൽ കണ്ണുകൾ ട്രാക്കിലേക്ക് നോക്കി അവിടെയിരുന്നു. നായയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, യജമാനൻ വരും, എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്ന് മാത്രമായിരുന്നു. ആദ്യ ദിവസം, രണ്ടാം ദിവസം, ഒരാഴ്ച. ഓരോ ട്രെയിൻ എത്തിയാലും ട്രെയിനിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ആളുകളുടെ മുഖം നോക്കും, പരിചിതമായ ശബ്ദം തേടും. പിന്നെ നിരാശയോടെ ടോണി അവിടെ ഇരിക്കും. എന്നാലും അവൻ അവിടെ തന്നെ കഴിഞ്ഞു. സ്റ്റേഷനോട് ചേർന്ന ഒരു ചായക്കടയിൽ രാഘവൻ ചേട്ടൻ എന്നൊരാൾ അവന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കും. പിന്നെ അവന് രാഘവൻ ചേട്ടനെ നോക്കി. രാഘവൻ ചേട്ടൻ അവനെ സ്നേഹിക്കുവാൻ തുടങ്ങി. അവന് റോക്കി എന്ന് പേരിട്ടു. വയറ് നിറയെ ഭക്ഷണം കൊടുത്തു. രാഘവൻ ചേട്ടൻ റോക്കി എന്ന് വിളിക്കുമ്പോൾ അവൻ പതുക്കെ പതുക്കെ വാലാട്ടുവാൻ തുടങ്ങി. ട്രെയിനിൻ്റെ വിസിൽ കേട്ടാൽ റോക്കി എഴുന്നേറ്റ് നിൽക്കും. ഉച്ചയ്ക്ക് രാഘവൻ ചേട്ടൻ ചോറും മീൻകറിയും കൊടുക്കും. രാത്രി പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൻ്റെ അടിയിൽ കിടക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നു. റോക്കി ഇപ്പോൾ ഒരു സാധാരണ നായയല്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ അവന് നല്ല പരിചയമാണ്. സ്ഥിരം വരുന്ന യാത്രക്കാർ റോക്കിയെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. യാത്രക്കാർ അവന് ബിസ്ക്കറ്റും മറ്റും കൊടുക്കും. അവനെ കളിപ്പിക്കും. 6 മണിക്ക് ഓഫീസിൽ പോകുന്നവർ, വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്നവർ എല്ലാവരും അവന് പരിചിതമായി. യാത്രക്കാർ പലരും പറയും, നല്ലൊരു നായ, ഇവൻ്റെ യജമാനൻ എവിടെ പോയാകോ. റോക്കി ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബിസ്ക്കറ്റ് കിട്ടും, സ്നേഹം കിട്ടും. എന്നാലും തൻ്റെ യജമാനനെ കാണാത്തതിൻ്റെ വിഷമം അവനുണ്ടായിരുന്നു. അരുണിന് പൊടിക്കുഞ്ഞിയായപ്പോഴാണ് റോക്കിയെ കിട്ടിയത്. അരുൺ അവനെ വളർത്തുവാൻ തുടങ്ങിയത്. അങ്ങനെ മഴയും വെയിലും മാറി മാറി വന്നു. വർഷങ്ങൾ പിന്നിട്ടു. സ്റ്റേഷൻ ഇപ്പോൾ പഴയതുപോലെയല്ല. പുതിയ ബോർഡുകൾ, പുതിയ മുഖങ്ങൾ. എന്നാലും അവനും രാഘവൻ ചേട്ടനും ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുണ്ട്. രാഘവൻ ചേട്ടൻ അവന് എന്നും ഭക്ഷണം കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ശനിയാഴ്ച ദിവസം ഒരു ട്രെയിൻ പതുക്കെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നു. അതിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങി. റോക്കി പതിവ് പോലെ തന്നെ മുഖങ്ങൾ നോക്കി. അവസാനമായി ട്രെയിനിൽ നിന്ന് ഒരു യുവാവ് ഇറങ്ങി. അത് മറ്റാരുമായിരുന്നില്ല, അത് അരുണായിരുന്നു.
റോക്കിയുടെ യജമാനൻ. എന്നാൽ ഇപ്പോൾ അരുണിൻ്റെ കണ്ണിന് കാഴ്ചശക്തിയില്ല. കയ്യിൽ ഒരു വടി. ഓരോ ചൂടും ഭയത്തോടെ തന്നെ അരുൺ വയ്ക്കുന്നു. അതെ, അരുണിൻ്റെ കാഴ്ചശക്തി ഇപ്പോൾ കാണാൻ പറ്റാതിരിക്കുന്നു. നഗരത്തിൽ വെച്ച് ഒരു ആക്സിഡൻ്റാണ് അരുണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. പിന്നെ അവൻ അവിടെ ജോലി ചെയ്യുവാൻ പറ്റാതെയായി. അരുൺ ഗ്രാമത്തിലേക്ക് പോന്നു. റോക്കി അരുണിനെ കണ്ട പക്ഷം തന്നെ സംശയിച്ചില്ല. റോക്കി അരുണിൻ്റെ അരികിലേക്ക് വാലാട്ടിക്കൊണ്ട് തന്നെ ഓടിച്ചെന്നു. വാസന, ശബ്ദം, ഹൃദയം എല്ലാം പെട്ടെന്ന് തന്നെ റോക്കിക്ക് മനസ്സിലായി. 3 വർഷത്തെ ആ കാത്തിരിപ്പ് റോക്കിയുടെ ഓട്ടത്തിലുണ്ടായിരുന്നു. റോക്കി യുവാവിൻ്റെ അരികിലേക്ക് പാഞ്ഞെത്തി. അരുണിനെ മൊത്തത്തിൽ നക്കുവാൻ തുടങ്ങി. അരുൺ ഒരു നിമിഷം നിശബ്ദമായി. കാഴ്ചയില്ലെങ്കിലും അരുണിന് മനസ്സിലായി അത് തൻ്റെ നായയാണെന്ന്. അരുൺ നായയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അരുൺ മുട്ടുകുത്തി നായയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാൻ തുടങ്ങി. അങ്ങനെ അരുൺ നായയെ കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. രാഘവൻ ചേട്ടൻ റോക്കിയെ യാത്രയാക്കി. അങ്ങനെ റോക്കി അരുണിന് കാവലായി. കാഴ്ചശക്തിയില്ലാത്ത അരുൺ ഏക ആശ്രയം ഇപ്പോൾ റോക്കിയാണ്. റോക്കി അരുണിൻ്റെ കാവലായി മാറി. ഇന്ന് അരുണിന് ഈ ലോകം കാണുവാൻ കഴിയുകയില്ല. പക്ഷേ അരുണിൻ്റെ ഏക ആശ്രയം റോക്കി മാത്രമാണ്. റോക്കി അരുണിൻ്റെ കണ്ണുകളായി, കൈത്താങ്ങായി, ജീവനായി. കണ്ണുകൾ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ലോകം ആ യുവാവിനെ ഒറ്റപ്പെടുത്തി. പക്ഷേ ആ നായ അവനെ ഒരിക്കലും വിട്ടുപോകുകയില്ല. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഈ നിമിഷത്തിൽ ഒരാൾ മാത്രം മതി നമ്മളെ പിടിച്ചു നിർത്തുവാൻ. അത് പണമല്ല, ശക്തിയല്ല, വിശ്വാസമാണ്. അതുപോലെ ഒരു ബന്ധമാണ് ഈ കഥയിലെ റോക്കിയും അവൻ്റെ യജമാനനായ അരുണും തമ്മിലുള്ളത്. അരുൺ റോക്കിയെ ഇപ്പോൾ വളരെയധികം സ്നേഹിക്കുന്നു. അരുണിൻ്റെ ഏകാശ്രയം ഇപ്പോൾ റോക്കി മാത്രമാണ്. റോക്കിക്കും തിരിച്ചും അരുണിന് ജീവനാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ വലിയ വീട്ടിൽ ജീവിതകാലം മുഴുവൻ സ്നേഹത്തോടു കൂടി തന്നെ കഴിഞ്ഞു.